ഞാൻ ഡോക്ടർ ശാലിനി. ഇന്ന് നമുക്ക് ഗവൺമെന്റ് പുതിയതായി ആരംഭിച്ച HPV വാക്സിൻ അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനെ കുറിച്ച് മനസ്സിലാക്കാം. എന്താണ് ഈ വാക്സിൻ? HPV എന്ന വൈറസിന് എതിരെയുള്ള ഒരു വാക്സിനാണിത്. എന്തിനാണ് ഈ HPV വാക്സിൻ നൽകപ്പെടുന്നത് എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ വളരെയധികം സ്ത്രീകളിൽ കണ്ടുപിടിക്കപ്പെടുന്ന ഒരു അസുഖമാണ് ഗർഭാശയമുഖം അല്ലെങ്കിൽ സെർവിക്സ്, യൂട്രൈൻ സെർവിക്സിലെ ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. ലോകമാകമാനം സെർവിക്കൽ ക്യാൻസർ മൂലം നടക്കുന്ന മരണങ്ങളുടെ കണക്കെടുത്താൽ 1/5 ഇന്ത്യയിലാണ്. അപ്പോൾ എന്താണ് ഈ വാക്സിനും സെർവിക്കൽ ക്യാൻസറും തമ്മിലുള്ള ബന്ധം? സെർവിക്കൽ ക്യാൻസറുകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന വൈറസിന്റെ ഇൻഫെക്ഷൻ മൂലമാണ് ഇതിന്റെ തുടക്കം സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകളിൽ പലരിലും കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ. ഗർഭാശയ മുഖത്തിലോ വജൈനയിലോ ഈ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ഇത് കൂടുതലും പടരുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയാണ്. അപ്പോൾ അത് തടയാനായി, ഈ HPV ഇൻഫെക്ഷൻ വരുന്നത് തടയാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ HPV വാക്സിൻ നൽകുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്നത് 14 വയസ്സുള്ള കുട്ടികൾക്ക് മാത്രമായിട്ടാണ് നൽകാൻ തുടങ്ങുന്നത്. അത് നിങ്ങൾക്ക് യുവിൻ എന്ന പോർട്ടലിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററിലോ ആശുപത്രികളിലോ ഗവൺമെന്റ് ആശുപത്രികളിലോ പോയി ലഭിക്കാവുന്നതാണ്. ഉണ്ടാകാവുന്ന സംശയങ്ങൾ, ഇത് പെൺകുട്ടികൾക്ക് മാത്രമാണോ നൽകേണ്ടത്? ആക്ച്വലി നമുക്ക് HPV വാക്സിൻ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നൽകാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഗവൺമെന്റ് തുടക്കത്തിൽ 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് മാത്രമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കാനും അത് ഫ്യൂച്ചർ കൂടുതൽ ഡോസുകൾ നൽകാനുമുള്ള സാധ്യതയുണ്ട്. HPV വാക്സിൻ പുതിയ വാക്സിൻ ആണോ, പുതിയൊരു വാക്സിന്റെ പരീക്ഷണമാണോ ഈ നടക്കുന്നത്? ഇങ്ങനെയുള്ള സംശയങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ HPV വാക്സിൻ അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ പുതിയൊരു വാക്സിൻ അല്ല. ഇത് പ്രൈവറ്റിൽ പണ്ടുകാലം തൊട്ട് കുറച്ചു കാലങ്ങളായി തന്നെ അവൈലബിൾ ആയിട്ടുള്ള വാക്സിനാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. 9 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് ഇത് എടുക്കാവുന്നതാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിന്റെ ഡോസിംഗ് ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ കണ്ടീഷൻസ് അനുസരിച്ച് 2 അല്ലെങ്കിൽ 3 ഡോസാണ് നൽകപ്പെടുന്നത് പ്രൈവറ്റിൽ. എന്നാൽ ഇപ്പോൾ ഗവൺമെന്റ് തുടക്കത്തിൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് 1 ഡോസായിട്ട് നൽകുന്നു. അപ്പോൾ ഇത് മതിയോ അതോ വെറുതെയാണോ ഈ വാക്സിൻ എടുക്കുന്നത് എന്ന സംശയമാണ് അടുത്തത് ഉണ്ടാകുന്നത്. ആക്ച്വലി 1 ഡോസും വളരെ അധികം എഫക്റ്റീവ് ആണ്. തന്നെ ഈ സൗകര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. വാക്സിൻ പോയി 14 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ, 14-15 മുമ്പുമായിട്ടാണ് ഇപ്പോൾ നൽകുന്നത്. അപ്പോൾ ആ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്ത് വാക്സിൻ എടുക്കുവാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.